മക്കളെ, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ +2 ഫിസിക്സിൻ്റെ ഒഫീഷ്യൽ ആൻസർ കീ സ്കീം ഫൈനലൈസേഷൻ കഴിഞ്ഞിട്ടുള്ള ആൻസർ കീ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ എക്സാം കഴിഞ്ഞിട്ട് +2 ഫിസിക്സിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ +2കാരെ സംബന്ധിച്ചിടത്തോളം ആദ്യം നടന്ന എക്സാം ഫിസിക്സ് ആണ്. എൻ്റെ ഈ ചാനലിൽ തന്നെ ഇങ്ങനെ കുറേ ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അത് കിട്ടുമോ സാർ, ഇതിന് മാർക്ക് കിട്ടുമോ സാർ, ഇതിന് എത്ര മാർക്കാണ് വരിക സാർ, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്താണ്, പ്രിൻസിപ്പിൾ ഓഫ് കപ്പാസിറ്റർ ഡിലീറ്റ് ആണോ, ബാൻഡ് വിഡ്ത്തിൻ്റെ ആ ക്വസ്റ്റ്യൻ ഡിലീറ്റ് അല്ലേ വരുന്നത്, ആറ്റംസിൽ ബോർ മോഡൽ ഡിലീറ്റ്, എല്ലാത്തിനും നിങ്ങൾ ആ ഒരു ഡൗട്ട് ക്ലിയറിംഗ് ആണ് ഈ ഒരു വീഡിയോയിൽ വരുന്നത്. ഞാൻ കൂടുതലായിട്ടൊന്നും പറയില്ല, നിങ്ങൾക്ക് ആ ഒരു ഒഫീഷ്യൽ ആൻസർ കീ ഞാനായിട്ട് വീഡിയോ ചെയ്യുന്നില്ല. ആ ഒരു ആൻസർ കീ ഒഫീഷ്യൽ വന്ന ആൻസർ കീ ഞാൻ നിങ്ങൾ മുമ്പിലേക്ക് നേരത്തെയാണ്. നിങ്ങൾ ക്ലാരിറ്റി തീർത്തു. അതുപോലെ തന്നെ വാരി വലിച്ചുണ്ടാവില്ല. ചില ഡെഫിനിഷൻ കാര്യങ്ങളൊക്കെ ഡെഫിനിഷൻ ഓഫ് എന്താണ് ആ ടോപ്പിക് അങ്ങനെ കൊടുത്തിട്ടുണ്ടാവുള്ളൂ. അതുപോലെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം. അപ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അവസാനം വരെ കാണാം കേട്ടോ. ഓക്കെ, അതിൻ്റെ ഇടയിൽ വേണ്ട കാര്യങ്ങൾ ചില കേസുകളൊക്കെ വരുന്നതിനടുത്ത് പറയുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൻ്റെ ഡൗട്ട് ഇനിയും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് എന്തെങ്കിലും കമൻറ്റ് ബോക്സിൽ ചോദിച്ച മക്കളെ. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ല തുടങ്ങിയാലോ. ഇതാണ് നമ്മുടെ ആൻസർ കീ വരുന്നത്. ഓക്കെ, ഒരു മാർക്കിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളോം. രണ്ടാമത് 0, പിന്നെ ഡി ട്രൂ ആണ്. λ/h/p ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്തുമായി ബന്ധപ്പെട്ട്. പിന്നെ നമ്മൾ അയേൺ മോസ്റ്റ് സ്റ്റേബിളുമായി ബന്ധപ്പെട്ട് അയേണെന്നോ FE Fe26 എന്നോ അല്ലെങ്കിൽ അയേൺ F6 എന്നൊക്കെ എഴുതിയാൽ മാർക്കുണ്ട്. ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ പ്യുവർ ഫോമിലുള്ള സെമി കണ്ടക്ടർ ആണെന്നുള്ള കാര്യം. അതിൽ ഇക്വിപൊട്ടൻഷ്യൽ സർഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതുപോലെ എനി സ്യൂട്ടബിൾ എക്സാമ്പിൾ, ഫിഗർ, എക്സ്പ്ലനേഷൻ ഒക്കെ എഴുതിയ ഒരു മാർക്ക് കിട്ടും. ഒന്ന് വെച്ചിട്ടാണ് കേട്ടോ വെയിറ്റ്. മാർക്ക് ഡിസ്ട്രിബ്യൂഷനാണ് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമ്മൾ ഡ്രിഫ്റ്റ് വെലോസിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഒരു മാർക്കാണ്. അവിടെ ഇക്വേഷൻ ഡ്രിഫ്റ്റ് വെലോസിറ്റിയുമായി ബന്ധപ്പെട്ട ഇക്വേഷൻ കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻ കറക്റ്റ് ശ്രദ്ധിക്കാട്ടോ, കറക്റ്റ് ഓർമ്മയില്ല. പത്താമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? പത്താമത്തെ ക്വസ്റ്റ്യൻ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഓർ ഇക്വേഷൻ എഴുതിയാൽ തന്നെ 2 മാർക്ക്. 11ാമത്തെ ഡെഫിനിഷൻ ഓർ ഇക്വേഷൻ. പിന്നെ RMS വെലോസിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലമൊക്കെ അതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യമാണ്. ആ ഇക്വേഷൻ എഴുതിയാൽ 1 മാർക്ക്, വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ 1 മാർക്ക്. 13ാമത്തെ ക്വസ്റ്റ്യൻ ഡെഫിനിഷൻ അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഗ്രാഫ് ഏതെങ്കിലും ഒന്ന് വരച്ചാൽ 2 മാർക്ക് കിട്ടിയിട്ടുണ്ട്. 14ാമത്തെ ഡെഫിനിഷൻ ഓർ എക്സ്പ്ലനേഷൻ എഴുതിയാൽ 1 മാർക്ക്, സ്യൂട്ടബിൾ എക്സാമ്പിൾ എഴുതിയാൽ 1 മാർക്ക്. അങ്ങനെയാണ് കേട്ടോ മക്കൾ 2 മാർക്ക് വരുന്നത്. സെക്ഷൻ സിയിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ 3 മാർക്കിൻ്റെ സെഷൻ കൂളംസിലോ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കൂളംസിലോ എഴുതിയാൽ തന്നെ 2 മാർക്ക് കിട്ടും. ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ 1 മാർക്കേ ഉള്ളൂ. പിന്നെ ലൈക്ക് ചാർജ് റിപ്പൽ, അൺലൈക്ക് ചാർജ് അട്രാക്റ്റ് എന്നൊക്കെ എഴുതിയാൽ 1.5 മാർക്ക് അവിടെ കിട്ടും. നേരത്തെ കൂളംസിലോ സ്റ്റേറ്റ്മെൻറ്റ് ഇക്വേഷൻ എഴുതിയ 2, 1, 3 കേട്ടോ. അവിടെ ജസ്റ്റ് ഒന്ന് എഴുതിയാൽ മാത്രം 1.5 മാർക്ക് കിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഡെറിവേഷൻ, അത് പാരലൽ സ്ട്രൈറ്റ് കറണ്ട് കാര്യം കണ്ടെത്തുന്നത് നമ്മളുടെ മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ ഇക്വേഷൻ്റെ ഡെറിവേഷൻ ചെയ്താൽ 3 മാർക്ക് അവിടെ കിട്ടും. അല്ലെങ്കിൽ കുറേ കുട്ടികൾ മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ മാത്രം എഴുതിയാൽ മക്കളെ 1 മാർക്ക് കിട്ടുള്ളൂ. ഫോഴ്സിൻ്റെ ഇക്വേഷൻ മാത്രം എഴുതിക്കാൻ 1 മാർക്ക് കിട്ടുള്ളൂ. അതേപോലെ ഫൈനൽ ഇക്വേഷൻ മാത്രം എഴുതിക്കാൻ 1 മാർക്ക് കിട്ടുള്ളൂ. 17ാമത് കമ്പാരിസൺ ഓർ ഫിഗർ വിത്ത് 1 എക്സാമ്പിൾ ഈച്ച് ആണ്. ഓക്കെ, അത് ഐ തിങ്ക് നമ്മൾ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണെന്ന് എനിക്ക് ഓർമ്മയില്ല, അതാണ് തോന്നുന്നു. പിന്നെ സെൽഫ് ഇൻഡക്ഷൻ, ഡെഫിനിഷൻ ഓഫ് സെൽഫ് ഇൻഡക്ഷൻ ഓർ ഇക്വേഷൻ, ഡെഫിനിഷൻ ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ് ഓർ ഇക്വേഷൻ. ആ ഡെറിവേഷനുമായി ബന്ധപ്പെട്ട് സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെ ഡെഫിനിഷൻ ആ ഇക്വേഷൻ എഴുതിയിട്ടുണ്ടാവില്ല നമുക്ക്, അത് പേടിക്കേണ്ട ആവശ്യമില്ല. 1.5 മാർക്ക് അവിടെ നിങ്ങൾക്ക് എന്തായാലും കിട്ടി, കാരണം നിങ്ങൾ എന്തായാലും ഇക്വേഷൻ എഴുതിയിട്ടുണ്ടാവും. കുറേ ആൾ ഡിറൈവ് തന്നെ ചെയ്തൊരു സംഭവമാണ്. ഓക്കെ, ടെൻഷൻ അടിക്കേണ്ട. 19ാമത്തെ ക്വസ്റ്റ്യൻ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ ആ എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ അതെന്ത് ചെയ്യുക, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ അത് കറക്റ്റ് ഓർഡറിൽ എഴുതി വെച്ചാൽ തന്നെ 3 മാർക്ക് കിട്ടിയിട്ടുണ്ടാകും. 20ാമത്തെ 3 പോസ്റ്റുലേറ്റ്സ്, 1 സ്കോർ ഈച്ച്. ഓക്കെ, അത് 3 പോസ്റ്റുലേറ്റിനും ഓരോ പോസ്റ്റുലേറ്റിനും 1 മാർക്ക് വെച്ചിട്ട്, അതാണ് ബോർ അറ്റോമിക് മോഡൽ പോയിട്ടില്ല. ദെൻ 21ാമത്തെ ക്വസ്റ്റ്യൻ, ഓക്കെ, നമ്മൾ റെക്ടിഫയറുമായി ബന്ധപ്പെട്ട എക്സ്പ്ലനേഷൻ ഓർ ഡെഫിനിഷൻ എഴുതിയ ഒന്ന് സർക്യൂട്ട് ഡയഗ്രാം അവിടെ എഴുതി വായിക്കാനാണ് ഫുൾ വേ റെക്ടിഫയറിലുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇൻപുട്ടും ഔട്ട്പുട്ട് വേവ് ഫോം വരച്ചാൽ 1 മാർക്ക്. അങ്ങനെയാണ് 1+1+1 3 മാർക്ക് വരുന്നത്. പിന്നെ നമ്മൾ 4 മാർക്കിൻ്റെ സെക്ഷൻ ഡിയിലേക്ക് പോവുകയാണ്. പ്രോപ്പർ മാർക്കിംഗ് ഓഫ് ഡയറക്ഷൻ, അത് നമ്മളെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ കംപ്ലീറ്റ് ഇതുണ്ടായിരുന്നു. പിന്നെ നമ്മളെ സ്ട്രൈറ്റ് വയറിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡെറിവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ 3 മാർക്ക് കിട്ടും. കുറേ കുട്ടികൾ ഫിഗർ മാത്രം വരച്ചാൽ 1 മാർക്കേ കിട്ടുള്ളൂ. ഗോസ് ലോൻ്റെ ഇക്വേഷൻ എഴുതിയാൽ 1 മാർക്ക്, ഫൈനൽ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ 1 മാർക്ക്. പിന്നെ 23ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഓംസ് ലോൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ആ ഇക്വേഷനുമായി ബന്ധപ്പെട്ട് എഴുതി കഴിഞ്ഞാൽ 1 മാർക്ക്. പിന്നെ നമ്മൾ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൻ്റെ ഡെറിവേഷൻ ചെയ്താൽ തന്നെ 3 മാർക്ക്. സർക്യൂട്ട് മാത്രമാണ് വരച്ചെങ്കിൽ 1 മാർക്കേ കിട്ടുള്ളൂ. ഫൈനൽ ഇക്വേഷൻ മാത്രം എഴുതിയാൽ 1 മാർക്കേ കിട്ടുള്ളൂ എന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എനിക്ക് എത്ര മാർക്ക് കറക്റ്റ് ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ. ഒരു ഡൗട്ട് ഇനി വേണ്ടതില്ല കേട്ടോ, ഇതിൽ ഒരു മാറ്റം ഇനി വരാനില്ല. 24ാമത്തെ ക്വസ്റ്റ്യൻ സൈൻ എ ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു എൻ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഇക്വേഷൻ എഴുതിക്കാൻ 1 മാർക്കാണ്. പിന്നെ ക്രിട്ടിക്കൽ ആംഗിളിൻ്റെ എക്സ്പ്ലനേഷൻ എഴുതിക്കാൻ 1.5 മാർക്ക്. പിന്നെ ടോട്ടൽ ഇൻ്റർ റിഫ്ലക്ഷൻ്റെ എക്സ്പ്ലനേഷൻ എഴുതിക്കാനാൽ 1.5 മാർക്ക്. അങ്ങനെയാണ് ശരിക്കും അത് 3 മാർക്ക് വരുന്നത്. ഇനി ആ ഫിഗർ മാത്രമേ വരച്ചിട്ടുള്ളെങ്കിൽ 1 മാർക്ക് കിട്ടുള്ളൂ. TIR കണ്ടീഷൻ 2 കണ്ടീഷൻ ഉണ്ട്, അതിൽ ഓരോ കണ്ടീഷനും 1 മാർക്ക് വെച്ച് 2 കണ്ടീഷൻ എഴുതിക്കാൻ 2 മാർക്ക് 1+1 കിട്ടും. 25ാമത്തെ ക്വസ്റ്റ്യൻ ഡെഫിനിഷൻ അവിടെ വരുന്നുണ്ട്. ഓക്കെ, അതായത് നമ്മൾ
യങ്സ് ഡബിൾ സ്ലിറ്റ് കൊഹറൻറ്റ് സോഴ്സുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യം ബാൻഡ് വിഡ്ത്തിൻ്റെ എഴുതിയ കുട്ടികൾക്ക് മാർക്ക് കിട്ടും. അല്ലെങ്കിൽ അറ്റംപ്റ്റ് ഫോർ എ ഓർ ബി ഓർ ബോത്ത് ഗീവ് ഫുൾ സ്കോർ ഫോർ പാർട്ട് ബി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പാർട്ട് എ എഴുതിയിട്ട് ഫോർ പാർട്ട് എ എലിജിബിൾ സ്കോർ ഓൺലി. അതായത് ഇപ്പോൾ പാർട്ട് എ അതുപോലെ ബി നിങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഫുൾ മാർക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. കാരണം ബി പാർട്ട് ഡിലീറ്റ് ആയി പോയതാണ്. 5 മാർക്കിൻ്റെ സെഷൻ 26ാമത്തെ ക്വസ്റ്റ്യൻ ഇനി പോയിട്ടില്ല മക്കളെ. പ്രിൻസിപ്പിൾ, അവിടെ ഒരു ടെൻഷനും വേണ്ട. പ്രിൻസിപ്പിൾ C=Q/V എന്ന് എഴുതിയ ഒരു കുട്ടിക്ക് മാർക്കുണ്ട്. അല്ലെങ്കിൽ കപ്പാസിറ്ററിൻ്റെ ഫിഗർ ഒക്കെ വരച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് മാർക്ക് തരുന്നതായിരിക്കും. അല്ലാണ്ട് പ്രിൻസിപ്പിൾ ഓഫ് കപ്പാസിറ്റർ നമ്മൾ ഒഫീഷ്യൽ ആൻസർക്ക് വന്നപ്പോൾ ഡിലീറ്റഡിൽ പോയിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം. നിങ്ങളത് ആക്സെപ്റ്റ് ചെയ്തോളുക. ഓക്കെ, പിന്നെ കപ്പാസിറ്റി ആദ്യം പറഞ്ഞൊരു കാര്യമാണ്, അത് ഒഫീഷ്യലി സംഭവമാണ്. കപ്പാസിറ്ററിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ പിന്നെ പ്രിൻസിപ്പിൾ എന്ത് ലോജിക്കാണുള്ളത്. ഓക്കെ, അപ്പോൾ അത് C=Q/V എഴുതിയ കുട്ടിയുടെ മാർക്കുണ്ട്. പിന്നെ ശരിക്കും പ്രിൻസിപ്പിൾ അതല്ല, ഒരു എർത്തർ കണ്ടക്ടർ കൊണ്ടുവെക്കുന്ന ഇൻഡക്ഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അങ്ങനെ എഴുതി കഴിഞ്ഞാൽ കുട്ടികൾക്ക് എന്തായാലും മാർക്ക്. അതാണ് പ്രിൻസിപ്പിൾ. അറ്റ്ലീസ്റ്റ് C=Q/V എന്നോ കപ്പാസിറ്ററിൻ്റെ ഫിഗറൊക്കെ വരച്ച കുട്ടിക്ക് ഒരു മാർക്ക് അവിടെ തരുന്നതായിരിക്കും. പിന്നെ കപ്പാസിറ്റൻസ്, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് ഇക്വേഷൻ C=ε0A/d എഴുതിയ കുട്ടിക്ക് 2 മാർക്ക് തരും. പിന്നെ ½ CV² സിമ്പിൾ പ്രോബ്ലം ഇക്വേഷൻ എഴുതിയ കുട്ടിക്ക് 1 മാർക്ക്. പിന്നെ ആ പ്രോബ്ലം കൂടി വാല്യൂസ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ 1 മാർക്ക്. അങ്ങനെ 2 മാർക്കാണ് പ്രോബ്ലത്തിന് കിട്ടുക. പിന്നെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂള് അല്ലെങ്കിൽ ഗ്രിപ്പ് റൂള്, റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ, ഇത് ഏത് എഴുതി കഴിഞ്ഞാലും മാർക്ക്. അതിന് ടെൻഷൻ അടിക്കേണ്ട. ശരിക്കും അത് തമ്പ് റൂള് ഗ്രിപ്പ് റൂളാണ് വരിക. ഈ സ്ക്രൂ റൂൾ ഏത് എഴുതി കഴിഞ്ഞാൽ 1 മാർക്ക് കിട്ടും. പിന്നെ ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഓർ ഇക്വേഷനുമായി ബന്ധപ്പെട്ട് ഐ തിങ്ക് നമ്മുടെ ബയോട്ട് സാവാർട്ട് ലോയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ ഡെറിവേഷൻ കറക്റ്റ്, നമ്മൾ ആക്സിയൽ ലൈനിലെ ഡെറിവേഷൻ. ഓക്കെ, അപ്പോൾ ഇൻ കേസ് ഫിഗർ മാത്രമേ വരച്ചിട്ടുള്ളെങ്കിൽ 1/2 മാർക്ക് കിട്ടുള്ളൂ. ഈ ബയോട്ട് സാവാർട്ട് ലോൻ്റെ ഇക്വേഷൻ മാത്രം എഴുതിയാൽ 1/2 മാർക്ക് കിട്ടുള്ളൂ. ഫൈനൽ ഇക്വേഷൻ തൊട്ട് മുമ്പ് പറഞ്ഞ ആക്സിയൽ ലൈനിലെ ഫൈനൽ ഇക്വേഷൻ മാത്രം എഴുതിക്കാൻ 1 മാർക്ക് കിട്ടുള്ളൂ. പിന്നെ 28ാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ LCRുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്ന വോൾട്ടേജ്, AC വോൾട്ടേജുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നത് കറക്റ്റ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കൂടി നോക്കട്ടോ. E=E0 sin ωt എന്നോ V=V0 sin ωt എന്നോ ഏതും ഒന്ന് എഴുതിക്കാൻ മാർക്ക്. പിന്നെ ആ ഒരു കമ്പോണൻറ്റുകൾ ഐഡൻറ്റിഫൈ ചെയ്യാനായിരുന്നു. A റെസിസ്റ്റർ ആയിരുന്നു, B ഇൻഡക്ടർ ആയിരുന്നു, C കപ്പാസിറ്റർ ആയിരുന്നു. പിന്നെ ഫേസർ ഡയഗ്രാം വരക്കുന്നു, 1 മാർക്ക്. പിന്നെ C പാർട്ടിന് 3 മാർക്കാണ്. ഫേസർ ഡയഗ്രാം വരച്ച് കഴിഞ്ഞാൽ 1 മാർക്ക് കിട്ടും. ഇംപെഡൻസിൻ്റെ ഇക്വേഷൻ എഴുതാനേ പറഞ്ഞിട്ടുള്ളൂ, 1 മാർക്ക് കിട്ടും. അതിൽ ഓരോ ടേംസ് എടുത്ത് എഴുതിക്കാൻ 1 മാർക്ക് കിട്ടും. അങ്ങനെയാണ് 3 മാർക്ക് വരുന്നത്. പിന്നെ നമ്മുടെ ലെൻസ് മേക്കേഴ്സ് ഫോർമുല, അതിൻ്റെ കറക്റ്റ് ഡെറിവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ 1 മാർക്ക് കിട്ടുന്നു. ആ ഫിഗർ മാത്രം വരച്ചൊരു കുട്ടിക്കാണ് 1 മാർക്ക് കിട്ടുള്ളൂ. ഫൈനൽ ഇക്വേഷൻ മാത്രം എഴുതി കഴിഞ്ഞാൽ 1 മാർക്ക് കിട്ടുള്ളൂ. പിന്നെ ഡയഗ്രാം ഓഫ് ഇമേജ് ഫോർമേഷൻ്റെ ഡയഗ്രാം, അത് ലെൻസ് മേക്കേഴ്സ് ഫോർമുല ഒരു ഫിഗർ വരുന്നില്ല, സിമ്പിൾ മൈക്രോസ്കോപ്പിൻ്റെ ആ ഒരു റേ ഡയഗ്രാമാണ്, അത് വരച്ചൊരു കുട്ടിക്ക് 1 മാർക്ക്. പിന്നെ നമ്മുടെ ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ എന്ന് പറയുന്ന D= അപ്രോക്സിമേറ്റ്ലി 25 സെൻറ്റിമീറ്റർ എഴുതിക്കാനാണ് 1 മാർക്ക്. ഇതാണ് മക്കളെ ഒഫീഷ്യൽ ആൻസർ കീ. ഇനി നിങ്ങൾ കറക്റ്റ് ചിന്തിച്ച മാർക്കുകളൊക്കെ കറക്റ്റ് നിങ്ങൾക്ക് അനലൈസ് ചെയ്താൽ നിങ്ങൾക്ക് ഗസ് ചെയ്യാം. നിങ്ങളുടെ മാർക്ക് ഗസ് ചെയ്യുന്നതിൽ കറക്റ്റ് പറയാൻ വേണ്ടി പറ്റും. നിങ്ങൾ ഓർമ്മിക്കണം, നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറും കൂടി വെച്ചിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര മാർക്ക് കിട്ടും. നിങ്ങൾക്ക് ഫുൾ മാർക്കാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് A+ കിട്ടോ, +1 മാർക്കായിട്ട് കൂട്ടോ, അതുപോലെ തന്നെ നിങ്ങൾ C മാർക്ക് ഫുള്ളാണോ, എത്രയാണോ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അതിനുശേഷം നിങ്ങളൊന്ന് പറയാം. അതിനുശേഷം നിങ്ങൾക്ക് A+ കിട്ടോ ഇല്ലോ എന്നൊക്കെ നിങ്ങൾ തന്നെ ഒന്ന് അനലൈസ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, അതുപോലെ മക്കളെ നിങ്ങൾ എൻട്രൻസ് എക്സാമിൻ്റെ അപ്ലൈ ചെയ്യാനാണ് കീമിന് വിളിച്ചിട്ടുണ്ട്. കീം അപ്ലൈ ചെയ്യാൻ കുസാറ്റിൻ്റെ ഡേറ്റ് കഴിഞ്ഞു, നീറ്റ് കഴിഞ്ഞു. ഇങ്ങനെ എല്ലാ എൻട്രൻസ് എക്സാമിനെ കുറിച്ച് നിങ്ങൾ നല്ല ബോധേഡായിരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങൾ ഏത് എൻട്രൻസ് എക്സാം, അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയുമായി ഡൗട്ട് ഉണ്ടെങ്കിൽ മക്കൾ നിങ്ങൾ കോൺടാക്ട് ചെയ്യട്ടെ, കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കെമിസ്ട്രീൻ്റെ വേണമെങ്കിൽ കെമിസ്ട്രി ഇതുപോലെ ചെയ്യാട്ടോ, നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കട്ടോ. നെക്സ്റ്റ് സെഷനിൽ മക്കളെ കാണാം. ഓക്കെ, താങ്ക് യു.